പെരുമ്പാവൂർ എംഎൽഎയുടെ ഔദ്യോഗിക ഓഫീസിന്റെ പ്രവർത്തനം ഇനി കുറുപ്പമ്പടിയിൽ. പോലീസ് സ്റ്റേഷന് സമീപത്താണ് പുതിയ ഓഫീസ്. ഉദ്ഘാടനം ശനിയാഴ്ച നടന്നു. നിയോജക മണ്ഡലത്തിലെ ഓരോരുത്തരെയും ബാധിക്കുന്ന വിവിധ സേവന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനു വേണ്ടിയാണ് എംഎൽഎ ഓഫീസ് പ്രവർത്തിച്ചു വരുന്നത്. പെരുമ്പാവൂർ എംഎൽഎ എൽദോസ് കുന്നപ്പള്ളിയുടെ ഔദ്യോഗിക ഓഫീസ് പെരുമ്പാവൂരിൽ നിന്നും കുറുപ്പമ്പടിയിലേക്ക് പ്രവർത്തനം മാറ്റി. കുറുപ്പമ്പടിയിൽ പോലീസ് സ്റ്റേഷനും സ്വകാര്യ ബസ് സ്റ്റാൻഡിനും സമീപത്തായാണ് പുതിയ ഓഫീസ്. ചെറിയ ചെറിയ വിവാദങ്ങൾക്ക് ശേഷം പെരുമ്പാവൂരിൽ നിന്ന് പ്രവർത്തനം മാറി കുറുപ്പമ്പടിയിൽ ആരംഭിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ നിർവഹിച്ചു. വലിയ സന്തോഷം. ഇവിടെ വന്നപ്പോൾ ഒരു നഗരത്തിനടുത്താണെങ്കിലും പ്രശാന്ത സുന്ദരമായ ഒരു ഗ്രാമീണ അന്തരീക്ഷം നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ വന്നപ്പോൾ കണ്ട ഒരു കാര്യം, വളരെ പ്രകാശപൂരിതമായ സ്ഥലമാണ്, കാറ്റും വെളിച്ചവും കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഞാൻ വന്നപ്പോൾ അത് നോക്കി ഇരുന്നപ്പോൾ ഞാൻ ചുറ്റും കണ്ടപ്പോൾ വയലേലകളൊക്കെ അടുത്തുണ്ട്, തെങ്ങും, അങ്ങനെ എല്ലാ സൗകര്യവും അല്ലേ. അത് നമുക്ക് വലിയ ആവശ്യമില്ല. അപ്പോൾ ഇത്തരത്തിൽ വലിയ പ്രശാന്ത സുന്ദരമായ നല്ല ഐശ്വര്യമുള്ള ഒരു സ്ഥലത്താണ് ഓഫീസ് തുടങ്ങിയിട്ടുള്ളത്. അടുത്ത 5 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ എൽദോസിൻ്റെ ഈ ഓഫീസ് കൊണ്ട് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഏറ്റവും മനോഹരമായി ഈ മണ്ഡലത്തെ പെരുമ്പാവൂരിൽ, മൂവാറ്റുപുഴയിൽ ഞങ്ങളുടെ തൊട്ട് മാറാടിയിലാണ് ജനിച്ചു വളർന്നതെങ്കിലും പണ്ടപ്പള്ളിയിലാണ് താമസിച്ച്, എൻ്റെ വൈഫ് ഹൗസ് അവിടെയാണ്. അപ്പോൾ അവിടെ ആണ് താമസിക്കുന്നതെങ്കിലും ഇവിടെ നമ്മുടെ പുല്ലുവഴിയിൽ പുതിയ വീടുണ്ട്, അവിടെയും അദ്ദേഹം താമസിക്കുന്ന ഇടമാണ്. എങ്കിലും ഇപ്പം ഞങ്ങളെക്കാൾ കൂടുതൽ പെരുമ്പാവൂരിന് സ്വന്തമാണ്, പെരുമ്പാവൂരിൻ്റെ സ്വന്തം പുത്രനാണ്. തീർച്ചയായും ഇനി ഒരു ഓപ്ഷനെ കുറിച്ച് ചിന്തിക്കേണ്ടതില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും പെരുമ്പാവൂരിൽ നിന്ന് ഇനിയും ഈ വികസന പ്രവർത്തനങ്ങൾ കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ എൽദോസിന് ഞങ്ങളെപ്പോഴും അത്ഭുതത്തോടെയും അസൂയോടെയും നോക്കിക്കണ്ടിട്ടുണ്ട്. ഓരോ പദ്ധതിക്ക് കൊണ്ടുവരുന്ന പേരുകൾ അത് കണ്ടെത്തി ഇപ്പം പ്രതിപക്ഷത്ത് നമ്മളിരിക്കുമ്പോഴും ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഒരു ഭരണാധികാരി, ഒരു ജനപ്രതിനിധി എന്ത് ചെയ്യണമെന്നറിയാവുന്ന ആളാണ്. രായമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഹല്യ സദാനന്ദൻ, മുബാസ് ഒടക്കാലി, TS സുമയ്യ, മുൻ അംഗം ശാരദ മോഹൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ PS പ്രസാദ്, ഷമിത ഷെരീഫ്, ഷൈമി വർഗീസ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷോജ റോയ്, നഗരസഭാ വൈസ് ചെയർമാൻ ബിജു ജോൺ ജേക്കബ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാരായ ജോയി പൂണേലി, AT അജിത് കുമാർ, കോൺഗ്രസ് നേതാക്കളായ TM സക്കീർ ഹുസൈൻ, ഷാജി സലീം, PK മുഹമ്മദ് കുഞ്ഞ്, KP വർഗീസ്, മാത്യൂസ് തരകൻ, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, സാമൂഹിക പ്രവർത്തകർ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ന് കുറുപ്പമ്പടിയിൽ പുതിയതായി ഒരു പുതിയ വീട് വാടകയ്ക്കെടുത്ത് MLA ഓഫീസിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. MLA ഓഫീസ് കഴിഞ്ഞ 10 വർഷമായി പ്രവർത്തിക്കുന്ന ഒന്നാണെങ്കിലും സൗകര്യപ്രദമായ ഒരു സ്ഥലത്തേക്ക്, കുറുപ്പമ്പടിയിൽ സൗകര്യപ്രദമായി എല്ലാവർക്കും എത്താൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. കുറുപ്പമ്പടി ടൗണിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപത്ത് പോലീസ് സ്റ്റേഷന് അടുത്തായിട്ടാണ് ഒരു വീട്ടിലാണ് ഈ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഈ ഒരു സ്ഥലം പെരുമ്പാവൂർ നിയോജകമണ്ഡലത്തിൻ്റെ ഏകദേശം സെൻട്രൽ ആയിട്ട് വരുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ തൊട്ട് ചേർന്ന് മുടക്കുഴ പഞ്ചായത്ത്, വേങ്ങൂർ പഞ്ചായത്ത്, അശമനൂർ പഞ്ചായത്ത്, രായമംഗലം പഞ്ചായത്ത്, പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റി, കൂപ്പടി പഞ്ചായത്ത്, പിന്നെ ഒക്കൽ, വെങ്ങോല, ഇവിടെയുള്ള ആളുകൾക്കൊക്കെ വരാനും വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുമുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് വരണമെങ്കിൽ ബസ്സിൽ വന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് 100 മീറ്റർ നടന്നാൽ എത്താൻ പറ്റുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു സ്ഥാപനം ഉള്ളത്. ഏറ്റവും നന്നായി സേവനങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം. ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ, പ്രത്യേകിച്ച് നിയമസഭാ സാമാജികൻ എന്ന രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ ആളോട് പെരുമാറുകയും നന്നായി സേവനങ്ങൾ കൊടുക്കുകയും പാവപ്പെട്ട സാധാരണക്കാരുടെ കൂടെ നിൽക്കുകയും ചെയ്യേണ്ട ആവശ്യമാണ്. സദാസമയവും സാധാരണക്കാർക്ക് സേവനം നൽകുന്നതിനായി ഈ ഓഫീസ് തുറന്നിരിക്കുമെന്ന് എൽദോസ് കുന്നപ്പള്ളി MLA വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.